ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ എടുക്കുന്നത് സിസ്റ്റം ഓഫ് ലീനിയർ ഓൾജിബ്രൈക് ഇക്വേഷൻസ് എന്ന് പറയുന്ന സെക്ഷനാണ്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഓൾജിബ്രൈക് ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ അതെങ്ങനെ സോൾവ് ചെയ്യാം. അതായത് ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷൻ 1 നോക്കൂ. ആ ഒരു ഫോമാറ്റിൽ കുറച്ച് ഇക്വേഷൻസ് തന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്തിട്ട് എക്സ് വാല്യൂസൊക്കെ കണ്ടെത്താം എന്നാണ് പറയുന്നത്. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ മുന്നേ ചെയ്തിരുന്നു. ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ എഴുതിയിട്ടുണ്ട്. 2x + 3y + 4z = 2, 5x + 7y + 6z = 7, x + 8y + 9z = 3. ഇത്തരത്തിലൊരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാട്രിക്സ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് AX = B ഫോമിൽ എഴുതിയിട്ട് അവിടുത്തെ എക്സ് എന്ന് പറയുന്നത് A ഇൻവേഴ്സ് × B ആണ്. ഇങ്ങനെ മാട്രിക്സ് എഴുതി കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ പ്രകാരം A എന്ന് പറയുന്ന മാട്രിക്സ് എന്ന് പറയുന്നത് നമ്മൾ എഴുതിയിരുന്നു 2 3 4 5 7 6 then 1 8 9 ഇതായിരുന്നു A എന്ന് പറയുന്ന മാട്രിക്സ്. അതായത് XYZൻ്റെ കോഎഫിഷ്യൻസ് ആണ് A എന്ന് പറയുന്ന മെട്രിക്സിനകത്ത് നമ്മൾ എഴുതിയിരുന്നത്. അതേപോലെ എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു, അവിടുത്തെ വാരിയബിൾസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പ്രകാരം XYZകളാണ് വാരിയബിൾസ്. അതിനെ കോളം മെട്രിക്സ് ആയിട്ട് എഴുതുന്നു. പിന്നെ B എന്ന് പറയുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ഈക്വൽ ടു ഉള്ള വാല്യൂസ്. അപ്പോൾ 2 7 3 ഇതാണ് B എന്ന് പറയുന്ന മെട്രിക്സ്. 2 7 3 എന്നതിന് ശേഷം എക്സ് കാണണമെങ്കിൽ A എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണുക. അതിനെ നമ്മൾ ബിയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എക്സ് വാല്യൂസ് കണ്ടെത്താം. അതായത് ഈ XYZൻ്റെ ഒക്കെ വാല്യൂസ് നമുക്ക് കിട്ടും. അത്തരത്തിൽ നമ്മൾ മുന്നേ ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ മറ്റൊരു മെത്തേഡാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ആ മെത്തേഡ് വഴി എങ്ങനെ ഇതിൻ്റെ വാല്യൂസ് കാണാം. അപ്പോൾ ആദ്യം അവർ പറഞ്ഞിരിക്കുന്നത് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്, ഇത്തരമൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ, ഇവിടെ ഇപ്പോൾ 3 എണ്ണേ ഉള്ളൂ, 4 എണ്ണം ആവാം, 5 എണ്ണം ആവാം, എത്ര എണ്ണോ ആയിക്കൊള്ളട്ടെ. ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന് അവർ ഹോമോജീനിയസ് ആൻഡ് നോൺ ഹോമോജീനിയസ് കേസ് പറയുന്നുണ്ട്. അപ്പോൾ ഹോമോജീനിയസ് ആണെങ്കിൽ ഇവിടെ നോൺ ഹോമോജീനിയസ് ആൻഡ് ഹോമോജീനിയസ് എന്ന് പറയുന്ന 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം നോൺ ഹോമോജീനിയസിൻ്റെ ഡെഫിനിഷൻ പ്രകാരം എന്താ പറയുന്നത്, ഇഫ് ബി നോട്ട് ഈക്വൽ ടു 0, ബി എന്ന് പറയുന്നത് ഏതാണ്, ബി എന്ന് പറയുന്നത് ഇതാണ്. അത് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഈക്വൽ ടു എഴുതിയിരിക്കുന്ന ഈ വാല്യൂസൊക്കെ 0 ആവാൻ പാടില്ല. 0 അല്ലാത്ത വേറെ ഏതെങ്കിലും നമ്പേഴ്സൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ 1 2 3 4 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പേഴ്സാണ് ഈക്വൽ ടുവിന് ശേഷമുള്ളതെങ്കിൽ അത്തരം ഇക്വേഷൻസിനെയാണ് നമ്മൾ നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഹോമോജീനിയസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഹോമോജീനിയസ് എന്ന് പറയുന്നത് B ഈക്വൽ ടു 0 ആവണം. അതായത് B ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ എല്ലാ ഇക്വേഷനും ഈക്വൽ ടു 0 0 0 എന്ന് പറഞ്ഞു തരുന്ന ഇക്വേഷൻ ആണെങ്കിൽ അതാണ് ഹോമോജീനിയസ് ഇക്വേഷൻ. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എന്താണ്, ഹോമോജീനിയസ് ആണോ നോൺ ഹോമോജീനിയസ് ആണോ, നോൺ ഹോമോജീനിയസ് ആണ്. കാരണം ഇവിടെ ഈക്വൽ ടു എന്താ ഉള്ളത്, ഈക്വൽ ടു 2 7 3 എന്നാണുള്ളത്. 2 7 3 എന്ന് പറയുന്നത് 0 അല്ലാത്ത നമ്പേഴ്സാണ്. 0 അല്ലാത്ത നമ്പേഴ്സ് ആണെങ്കിൽ ഇത് നോൺ ഹോമോജീനിയസ് ആണ്. പകരം ഇവിടെയൊക്കെ ഈക്വൽ ടു 0 ആയിരുന്നെങ്കിൽ ഈ ഇക്വേഷനാണ് എന്തെന്ന് പറയുന്നത്, ഹോമോജീനിയസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. 2 ടൈപ്പ് ഓഫ് ഇക്വേഷൻസ് ആണ്. അപ്പോൾ ഈ 2 ടൈപ്പിൽ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാലും എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത് അവർ പറയുന്നുണ്ട്. ഇനി നോക്കൂ, പിന്നീട് അവരെന്താ പറഞ്ഞിരിക്കുന്നത്, സൊല്യൂഷൻ ഓഫ് നോൺ ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻ. നോൺ ഹോമോജീനിയസ് എന്ന് പറയുന്നത് ഈക്വൽ ടു 0 വരാൻ പാടില്ല, ഈക്വൽ ടു വേറെ നമ്പേഴ്സ് ആവണം. അത്തരം ഇക്വേഷൻസ് തന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ സോൾവ് ചെയ്യാം. അപ്പോൾ അവിടെയാണ് ഒരു ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെ ഡെഫിനിഷൻ അവർ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് നോക്കി നോക്കൂ. മുന്നേ നമ്മൾ ആ ഒരു കാര്യം ഡിസ്കസ് ചെയ്തതാണ്, പക്ഷേ ഡെഫിനിഷനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഓഗ്മെൻറ്റഡ് മെട്രിക്സ് വെച്ചിട്ട് ഇൻവേഴ്സ് കാണുന്നത് നമ്മൾ മുന്നേ ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെ ഡെഫിനിഷൻ നോക്കൂ. ദ മെട്രിക്സ് A bar B which is obtained by placing the constant column matrix B to the right side of the matrix A is called the augmented matrix. അപ്പം ഇവിടെ സംബന്ധിച്ച്, ഈ ക്വസ്റ്റ്യനെ സംബന്ധിച്ച് ഇവിടെ ഇപ്പോൾ വാല്യൂസ് 0 അല്ല, നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ ആണെങ്കിൽ ഇപ്പോൾ 2 3 4 എന്ന് ഞാൻ എഴുതുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ A എന്ന് പറയുന്ന മെട്രിക്സ്
നമ്മൾ എഴുതി കഴിഞ്ഞു 2 3 4 5 7 6 1 8 9 ആണ്. ഇനി ബി എന്ന് പറയുന്ന മെട്രിക്സ് ഇവിടെ എന്താണ്? ബി എന്ന് പറയുന്ന മെട്രിക്സ് ആണ്. ബി എന്ന് പറയുന്ന മെട്രിക്സ് ഏതാണ് ഇവിടെ? 2 3 4 ഈക്വൽ ടു കാരണം എഴുതിയ വാല്യൂസ് അല്ലേ. സോ 2 3 4 ഇതാണ് ബി എന്ന് പറയുന്ന മെട്രിക്സ്. സോ എയും ബിയും എഴുതി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതുക? ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത് എ ബാർ ബി ഫോമിൽ എഴുതണം മെട്രിക്സ്. അതായത് ആദ്യം എ എന്ന് പറയുന്ന മെട്രിക്സ് എഴുതുക 2 3 4 5 7 6 1 0 9. ഒരു ബാർ ഇട്ടിട്ട് എഴുതുക ബി എന്ന് പറയുന്ന മെട്രിക്സ് എഴുതുക 2 3 4. സോ ഇതാണ് ഈ തന്ന നോൺ ഹോമോജീനിയസ് ഇക്വേഷൻസിനെ സംബന്ധിച്ച്, ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിനെ സംബന്ധിച്ച് അതിൻ്റെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത് ഇതാണ്. ഇത്തരത്തിൽ എ എന്ന് പറയുന്ന മെട്രിക്സ് എഴുതുക, ഒരു ബാർ ഇട്ടിട്ട് ബി എന്ന് പറയുന്ന മെട്രിക്സിനെ കമ്പൈൻ ചെയ്ത് എഴുതുക, അതിന് മുഴുവനായിട്ട് ഒരു മെട്രിക്സിനകത്ത് എഴുതി കഴിഞ്ഞാൽ അതാണ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ്. അപ്പോൾ അതാണ് അവിടെ ഡെഫിനിഷൻ പ്രകാരം പറഞ്ഞിരിക്കുന്നത്. ഇത് എഴുതിയിരിക്കുന്നത് ജനറൽ ഫോമാറ്റാണ്. നമുക്ക് ജനറലി തന്നിരിക്കുന്ന ഇക്വേഷനാണത്. ജനറൽ ഫോമാറ്റിലായിട്ട് A11 x1 A12 x2 എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ അതിനെ സംബന്ധിച്ച് ജനറലായിട്ട് അവർ എഴുതിയിരിക്കുന്ന ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ആണ് ഇവിടെ. ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. സോ അത് മനസ്സിലാക്കി പഠിച്ചു വെക്കാം. അപ്പം ഇനി പറയുന്നത് എന്താ നോക്കി നോക്കൂ. ഒരു തിയറമാണ്. A linear system of equations x is equal to b is consistent if and only if the coefficient matrix A and the augmented matrix of the system A bar b have the same rank. അപ്പം നമ്മളെ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എക്സ് ഇസ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഈ ടൈപ്പ് ഓഫ് ഇക്വേഷൻസ്, എക്സ് ഇസ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഇക്വേഷൻസ് ഏതാണ്? ഈ പറഞ്ഞിരിക്കുന്ന ഇത്തരത്തിലുള്ള ഇക്വേഷൻസ്. നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് നേരത്തെ എഴുതിയിരിക്കുന്ന 2x + 3y + 4z = 7 അങ്ങനെ പറയുന്ന ഇക്വേഷൻസ് എപ്പോഴാണ് കൺസിസ്റ്റൻ്റ് ആവുക എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എപ്പോഴാണത് കൺസിസ്റ്റൻ്റ് ആവുക? ഇഫ് ആൻഡ് ഓൺലി ഇഫ് റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബാർ ബി. അതാണ് അവിടെ ആക്ച്വലി എഴുതേണ്ടത്. ഷോർട്ടാക്കി പറഞ്ഞാൽ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താവണം? റാങ്ക് ഓഫ് എ ബാർ ബി ആവണം. അങ്ങനെയാണെങ്കിലാണത് കൺസിസ്റ്റൻ്റ് ആവുക. റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് എ എന്ന് പറയുന്ന മെട്രിക്സ് അറിയാം, അതിൻ്റെ റാങ്ക് കണ്ടെത്താനും നമുക്കറിയാം. ദെൻ റാങ്ക് ഓഫ് എ ബാർ ബി എന്ന് പറയുന്നത് ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെ റാങ്കും കണ്ടെത്തുക. അത് രണ്ടും ഈക്വൽ ആവുകയാണെങ്കിലാണ്, റാങ്ക് കാണുന്ന ക്വസ്റ്റ്യൻ മുന്നേ ചെയ്തതാണ്, റിവൈസ് ചെയ്തിട്ട് പഠിച്ചു വെക്കാം. സോ അത് ഈക്വൽ ആവുകയാണെങ്കിൽ ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് കൺസിസ്റ്റൻ്റ് ആണെന്ന് പറയാം. ഈ കൺസെപ്റ്റുകളൊക്കെ ആവശ്യമുണ്ട് നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത്. ഇത് വെറും തിയറിയാണ് ഇപ്പോൾ ഈ ക്ലാസ്സിൽ പറയുന്നത്. പക്ഷേ ഈ തിയറി ഒക്കെ നമുക്ക് പ്രോബ്ലത്തിന് ആവശ്യമുണ്ട്. ആ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞ് ഈ തിയറീൻ്റെ വീഡിയോ വീണ്ടും നിങ്ങൾക്ക് കേൾക്കുന്ന സമയത്ത് ഇത് ഓക്കെ ആയിക്കോളും. സോ മനസ്സിലാക്കുന്നിടത്തോളം നിങ്ങൾ വീഡിയോസ് റിപ്പീറ്റഡ് ആയിട്ട് കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ. സോ ഇനി ഒരു മെത്തേഡ് പറഞ്ഞു തരികയാണ് നമുക്ക്. ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണ് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട്. സോ എലിമിനേഷൻ മെത്തേഡ് നോക്കൂ. എന്താണ് എലിമിനേഷൻ മെത്തേഡ് എന്ന്? ടു സോൾവ് എ സിസ്റ്റം സച്ച് ആസ് 1, അതായത് ഫസ്റ്റ് ഇക്വേഷൻ മോഡലുള്ള ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് തന്നു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. സോ ഇത്തരത്തിൽ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് തന്നു കഴിഞ്ഞാൽ അതെങ്ങനെ സോൾവ് ചെയ്യാം? യൂസിങ് നമുക്ക് 2 മെത്തേഡ്സ് ഉണ്ട് അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്ന് ഗോസിയൻ എലിമിനേഷൻ മെത്തേഡ്, അല്ലെങ്കിൽ ഗോസ്-ജോർദാൻ എലിമിനേഷൻ മെത്തേഡ്. ഈ 2 മെത്തേഡ് വഴിയും നമുക്ക് സോൾവ് ചെയ്യാം. അപ്പം എക്സാമിന് എടുത്ത് പറയും അവർ, ഇന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാമെന്ന്. അങ്ങനെ എടുത്ത് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറയാൻ പോകുന്ന മെത്തേഡ് വഴി വേണം ചെയ്തു പോകാൻ. അങ്ങനെ എടുത്ത് പറയാതെ സോൾവ് ദി സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മാട്രിക്സ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് എ ഇൻവേഴ്സ് കണ്ടെത്തിയിട്ട് എ ഇൻവേഴ്സ് ഇൻറ്റു ബി ചെയ്തിട്ട് വേണമെങ്കിൽ പോവാം. പക്ഷേ ഇങ്ങനെ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ ഒരു മെത്തേഡ് വഴി ചെയ്താൽ മാർക്ക് കിട്ടില്ല. അപ്പോൾ നോക്കൂ, ഇൻ ദ ഫോമർ മെത്തേഡ്, അതായത് ഗോസിയൻ എലിമിനേഷൻ മെത്തേഡിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. വി റെഡ്യൂസ് ദ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ഓഫ് ദി സിസ്റ്റം അൺടിൽ വി അറീവ് എ റോ ഇക്വലൻറ്റ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ഇൻ റോ എച്ച്ലോൺ ഫോം. അതായത് ഇപ്പം നിങ്ങൾക്ക് ഈ തിയറി പറയുന്ന സമയത്തൊന്നും മനസ്സിലാവണമെന്നില്ല, കുഴപ്പമില്ല. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഓക്കെ ആയിക്കോളും. ഞാൻ പറയുന്ന പോലെ വീണ്ടും റിവൈസ് ചെയ്തിട്ട് ബാക്കിലോട്ട് വരാം.
അപ്പം ഈ എലിമിനേഷൻ മെത്തേഡിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതുക. ആ ഓഗ്മെൻറ്റഡ് മെട്രിക്സിനെ റെഡ്യൂസ് ചെയ്തിട്ട് റോ എഷ്ലോൺ ഫോമിലോട്ട് മാറ്റുക. റോ എഷ്ലോൺ ഫോം എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെൻറ്റ് 1, അതിന് താഴെയുള്ള എലമെൻറ്റ്സ് ഒക്കെ 0, പിന്നെ സെക്കൻഡ് റോയിലുള്ള സെക്കൻഡ് എലമെൻറ്റോ അല്ലെങ്കിൽ ഏതാണോ സ്റ്റാർട്ടിങ് എലമെൻറ്റ് അത് 1 ആക്കുക, ബാക്കിയുള്ള താഴോട്ടുള്ളതൊക്കെ 0 ആക്കുക. റോ എഷ്ലോൺ ഫോം മുന്നേ പറഞ്ഞിരുന്നതായിരുന്നു. അപ്പം അങ്ങനെയാണ് നമ്മൾ ഗോസ് ജോർദാൻ എലിമിനേഷൻ മെത്തേഡിൽ ചെയ്യുക. ഇനി അതിന് പകരം നമ്മളെ ഗോസിയൻ എലിമിനേഷൻ മെത്തേഡിലാണ് അങ്ങനെ ചെയ്യുക. ഗോസ് ജോർദാൻ എലിമിനേഷൻ ആണെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്നുള്ളത് റെഡ്യൂസ്ഡ് റോ എഷ്ലോൺ ഫോമിലോട്ടാണ് മാറ്റേണ്ടത്. റെഡ്യൂസ്ഡ് റോ എഷ്ലോൺ ഫോം എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുള്ളൊരു PDF അയച്ചു തന്നിരുന്നു. ഇതിൽ നോക്കൂ, ഗോസ് എലിമിനേഷൻ മെത്തേഡ് വഴി എങ്ങനെയാണ് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെയാണ് ഇക്വേഷൻസ് തന്നിരിക്കുന്നത്. ഇത്തരത്തിൽ ഇക്വേഷൻസ് തന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. യൂസിങ് ഗോസിയൻ എലിമിനേഷൻ മെത്തേഡ് എന്ന് എടുത്ത് പറയും ക്വസ്റ്റ്യനകത്ത്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ആ ഇക്വേഷൻസിനെയൊക്കെ AX B എന്ന് പറയുന്ന 3 മെട്രിക്സ് ഫോമിലോട്ട് മാറ്റി എഴുതുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ശേഷം നമ്മൾ എഴുതേണ്ടത് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതുക. ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് പറയുന്ന A എന്ന് പറയുന്ന മെട്രിക്സ് എഴുതുക, ഒരു ബാർ ഇട്ടിട്ട് B എന്ന് പറയുന്ന മെട്രിക്സ് എഴുതുക. ഈ ഓഗ്മെൻറ്റഡ് മെട്രിക്സിലുള്ള റോസിനെയൊക്കെ റെഡ്യൂസ് ചെയ്തിട്ട് അവസാനം നമ്മൾ എത്തി നിൽക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കി നോക്കൂ. എഷ്ലോൺ ഫോമിലല്ലേ? ഈ മെട്രിക്സിനെ സംബന്ധിച്ച് ഫസ്റ്റ് എലമെൻറ്റ് 1 ആണ്, അതിന് താഴെയുള്ള എലമെൻറ്റ്സ് ഒക്കെ 0 ആണ്. സെക്കൻഡ് റോനെ സംബന്ധിച്ച് ഫസ്റ്റ് എലമെൻറ്റ് 1 ആണ്, അതായത് 0 അല്ലാത്ത ഫസ്റ്റ് എലമെൻറ്റ് 1 ആണ്. ദെൻ അതിന് താഴെയുള്ള എലമെൻറ്റ്സ് ഒക്കെ 0 ആണ്. തേർഡ് റോനെ സംബന്ധിച്ച് 0 അല്ലാത്ത ഫസ്റ്റ് എലമെൻറ്റ് 1 ആണ്, അതിന് താഴെയുള്ള എലമെൻറ്റ്സ് ഒക്കെ 0 ആണ്. ലാസ്റ്റ് റോ നോക്കുമ്പോൾ മൊത്തം 0 ആണ്. അപ്പോൾ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. അല്ലായിരുന്നെങ്കിൽ ഈ ലാസ്റ്റ് എലമെൻറ്റ് 1 ആവണമായിരുന്നു. സോ ഈ റോ റെഡ്യൂസ്ഡ് ഫോമിലോട്ട് മാറ്റി, റോ എഷ്ലോൺ ഫോമിലോട്ട് മാറ്റി കഴിഞ്ഞു. എന്തിനാ? ഓഗ്മെൻറ്റഡ് മെട്രിക്സിനാ. ഇതാണ് എന്തിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത്? ഗോസ് എലിമിനേഷൻ മെത്തേഡിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് റോ റെഡ്യൂസ്ഡ് ഫോമിലോട്ട് മാറ്റുക, റോ എഷ്ലോൺ ഫോമിലോട്ട് മാറ്റുക എന്നുള്ളതാണ്. പകരം ഇനി ഗോസിയൻ ജോർദാൻ എലിമിനേഷൻ മെത്തേഡിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഗോസ് ജോർദാൻ എലിമിനേഷൻ മെത്തേഡിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആസ് യൂഷ്വൽ AX B എന്ന് പറയുന്ന 3 മെട്രിക്സുകൾ എഴുതുക തന്ന ക്വസ്റ്റ്യൻ പ്രകാരം. പിന്നെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതുക. ഈ ഓഗ്മെൻറ്റഡ് മെട്രിക്സിനെ റെഡ്യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് റോ എഷ്ലോൺ ഫോമിലോട്ടല്ല, റെഡ്യൂസ്ഡ് റോ എഷ്ലോൺ ഫോമിലോട്ടാണ് മാറ്റേണ്ടത്. റെഡ്യൂസ്ഡ് റോ എഷ്ലോൺ ഫോം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് 1, അതിന് താഴെയുള്ള എലമെൻറ്റ്സ് ഒക്കെ 0 ആവണം. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെക്കൻഡ് റോയിലുള്ള ഫസ്റ്റ് എലമെൻറ്റ് 1 ആവണം. സെക്കൻഡ് റോയിലുള്ള ഫസ്റ്റ് എലമെൻറ്റ് 1 ആയിക്കഴിഞ്ഞാൽ ആ 1ന് മുകളിലും താഴെയുമുള്ള എലമെൻറ്റ് 0 ആക്കണം. അതാവണം നമ്മൾ അടുത്ത എയിം എന്ന് പറയുന്നത്. ഫസ്റ്റ് എലമെൻറ്റ് 1, അതിന് താഴെയുള്ളതൊക്കെ 0. ഇത് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെക്കൻഡ് റോയിലുള്ള ഫസ്റ്റ് എലമെൻറ്റ് 1, പിന്നെ അതിന് മുകളിലും താഴെയും 0 ആക്കണം. ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തേർഡ് റോയിലുള്ള ഫസ്റ്റ് എലമെൻറ്റ് 1, അതിന് മുകളിലുള്ളതൊക്കെ 0 ആക്കണം. ഇത്തരത്തിലാണ് റെഡ്യൂസ്ഡ് എഷ്ലോൺ ഫോം എന്ന് പറയുന്നത്. അപ്പം നമ്മളെ ഗോസ് ജോർദാൻ എലിമിനേഷൻ മെത്തേഡിൽ അങ്ങനെ വേണം എന്ത് ചേഞ്ച് ചെയ്യാൻ, റോസിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എഷ്ലോൺ ഫോം ആണെങ്കിൽ ബാക്കി എലമെൻറ്റ്സ് ഒക്കെ എന്തായാലും പ്രശ്നമല്ല. നോക്കൂ, ഇവിടെയുള്ള എലമെൻറ്റ്സ് ഒക്കെ എന്ത് വന്നു കഴിഞ്ഞാലും അത് വിഷയമല്ല. 2 ആവാം, 3 ആവാം, 4 ആവാം. പക്ഷേ ഗോസ് ജോർദാൻ ആണെങ്കിൽ അത് പോസിബിൾ അല്ല. അതിന് മുകളിലുള്ള എലമെൻറ്റ്സ് ഒക്കെ 0 ആവണം. ഓക്കെ, സോ ഇതാണ് 2 മെത്തേഡ്. അപ്പോൾ ഇത് എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞു തന്നു മാത്രം. അപ്പോൾ ഇതിൽ നമുക്ക് ഗോസ് എലിമിനേഷനും ഗോസ് ജോർദാൻ എലിമിനേഷൻ മെത്തേഡ്, 2 മെത്തേഡ് അതാണ് പറയുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത്. ഏതാണോ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് അത് പ്രകാരം ചെയ്തു പോവാം. അപ്പം
അത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് പറയുന്നതൊന്നും എന്താണെന്ന് ഈ റിമാർക്കാണ് ഇമ്പോർട്ടൻറ്റ്. റിമാർക്കിൽ നോക്കൂ, കൺസിഡർ എ സിസ്റ്റം ഓഫ് എം ഇക്വേഷൻസ് ഇൻ എൻ അൺനോൺസ് ഗിവൺ ബൈ ദ മാട്രിക്സ് ഇക്വേഷൻ എക്സ് ഇസ് ഈക്വൽ ടു ബി. ദ ഫോളോയിങ് സമ്മറി ഔട്ട്ലൈൻസ് ദ പോസിബിൾ കേസസ്. അതായത് കേസ് 1 എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കൂ. അപ്പോൾ നമ്മൾ ഈ ഓഗ്മെൻറ്റഡ് മാട്രിക്സിനെ ഇങ്ങനെ എഷ്ലോൺ ഫോമിലോട്ടൊക്കെ മാറ്റി എഴുതിയിട്ട് നമുക്ക് അതിൻ്റെ റാങ്ക് കണ്ടെത്താൻ പറ്റും. റാങ്ക് കണ്ടെത്തുക എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു, ഓർമ്മയുണ്ടോ? റാങ്ക് കാണാൻ വേണ്ടിയിട്ട് മുഴുവൻ 0 അല്ലാത്ത എത്ര റോസ് ഉണ്ടോ അതിൻ്റെ എണ്ണമായിരുന്നു റാങ്ക്. അപ്പം ഓർമ്മയില്ലെങ്കിൽ റാങ്ക് കാണുന്ന വീഡിയോ ക്ലാസ് കേട്ടു നോക്കുക. അപ്പം എത്ര നോൺ സീറോസ് അല്ലാത്ത എത്ര, അതായത് മുഴുവൻ 0 അല്ലാത്ത എത്ര റോസ് ഉണ്ടോ അതിൻ്റെ എണ്ണമായിരുന്നു റാങ്ക് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഓഗ്മെൻറ്റഡ് മാട്രിക്സിൻ്റെ റാങ്കും കിട്ടും, എ എന്ന് പറയുന്ന മാട്രിക്സിൻ്റെ റാങ്കും കിട്ടും. പ്രോബ്ലം ചെയ്യുമ്പോൾ അത് ഓക്കെ ആയിക്കോളും. ആ 2 റാങ്കും ഈക്വൽ അല്ലെങ്കിൽ നമുക്ക് പറയാം സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഈസ് ഇൻകൺസിസ്റ്റൻറ്റ്. അതായത് ആ സിസ്റ്റത്തിന് സൊല്യൂഷൻ ഇല്ല, നോ സൊല്യൂഷൻ എന്ന് പറയാം. ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യന് സൊല്യൂഷൻ ഉണ്ടോ, ഉണ്ടെങ്കിൽ എത്ര സൊല്യൂഷൻ ഉണ്ട് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ റിമാർക്ക്. ഇമ്പോർട്ടൻ്റ് ആണ്. 3 കേസുകൾ നോക്കുക. ആദ്യം റാങ്ക് ഓഫ് എ ബാർ ബി എന്ന് പറയുന്നത് റാങ്ക് ഓഫ് എക്ക് ഈക്വൽ അല്ലെങ്കിൽ അവിടെ സൊല്യൂഷൻ ഇല്ല. ഇനി റാങ്ക് ഓഫ് എ ബാർ ബി എന്ന് പറയുന്നത് റാങ്ക് ഓഫ് എക്ക് ഈക്വൽ ആണ് എന്ന് വിചാരിക്കുക. ഈക്വൽ ആണെങ്കിൽ അതെന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആണ്, ആ സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആണ്. അത് കൂടാതെ അവിടുത്തെ അൺനോൺസ് വാരിയബിൾസിൻ്റെ എണ്ണം എത്ര ഉണ്ടെന്ന് നോക്കി നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനെ സംബന്ധിച്ച് ഞാൻ തന്ന ഈ എക്സാമ്പിൾ ക്വസ്റ്റ്യനെ സംബന്ധിച്ച് ഇവിടുത്തെ അൺനോൺസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? എക്സ്, വൈ, സെഡ് 3 വാരിയബിൾസാണ് ഉള്ളത്. സോ 3 അൺനോൺസ് ഉണ്ട്. ഇനി നിങ്ങളെ റാങ്ക് എന്ന് പറയുന്നത് റാങ്ക് ഓഫ് എ ബാർ ബിയും റാങ്ക് ഓഫ് എയും ഈ അൺനോൺസിൻ്റെ എണ്ണത്തിന് ഈക്വൽ ആണെങ്കിൽ, 3ക്ക് ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം അവിടെ എന്താണ്, യുണീക്ക് സൊല്യൂഷൻ ആണുള്ളത് എന്ന് പറയാം. അപ്പം ഒന്നുകിൽ നോ സൊല്യൂഷൻ അല്ലെങ്കിൽ യുണീക്ക് സൊല്യൂഷൻ, അതുമല്ലെങ്കിൽ നമുക്ക് പറയാം എന്ത്, അവിടെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ഉണ്ട്. ഇതാണ് 3 കേസ് എന്ന് പറയുന്നത്. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈ നമ്പർ ഓഫ് അൺനോൺസിന് ഈക്വൽ ആയിരിക്കില്ല റാങ്ക് ഓഫ് എ ബാർ ബിയും റാങ്ക് ഓഫ് എയും എന്ന് പറയുന്നത്. റാങ്ക് ഓഫ് എ ബാർ ബിയും റാങ്ക് ഓഫ് എയും ഈക്വൽ ആയിരിക്കും, പക്ഷെ അതൊരിക്കലും നമ്പർ ഓഫ് അൺനോൺസിന് ഈക്വൽ ആയിരിക്കില്ല, അതിലും കുറവായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അങ്ങനെയാണെങ്കിൽ അവിടെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ ഈ 3 കേസും മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലത്തിലോട്ട് കടക്കാം. അപ്പം ഇതാണ് ഫസ്റ്റ് പ്രോബ്ലം. ഞാൻ പറഞ്ഞു ആദ്യം തന്നെ എ എക്സ് ബി എഴുതുക. പിന്നെ റോ ഓപ്പറേഷൻസ് നടത്തുന്നത് മുന്നേ നമ്മൾ പറഞ്ഞതായിരുന്നു, എങ്ങനെയാണ് റോ ഓപ്പറേഷൻ നടത്തുക എന്നുള്ളത് റാങ്ക് കാണുന്ന ക്വസ്റ്റ്യനിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി നോക്കൂ, അതിനെ റോ എഷ്ലോൺ ഫോമിലോട്ട് മാറ്റി. ആർക്കെങ്കിലും എവിടെയെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്കത് ചോദിക്കാം. അപ്പോൾ പ്രീവിയസ് ക്ലാസ് കേട്ട് പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റോ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്തിട്ട് ഇത്തരത്തിൽ മാറ്റം വരുത്താം. അപ്പോൾ ഈ ഓഗ്മെൻറ്റഡ് മാട്രിക്സിന് റോ ഓപ്പറേഷൻസ് എഴുതിയിട്ട് എഷ്ലോൺ ഫോമിലോട്ട് മാറ്റിക്കഴിഞ്ഞു. എഷ്ലോൺ ഫോമിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ നോക്കേണ്ടത് ഇവിടെ റാങ്ക് ഓഫ് എ എത്രയാണെന്ന് നോക്കുക. എ എന്ന് പറയുന്നത് ആക്ച്വലി ഇത്രയല്ലേ ഉള്ളൂ, ഇത് മാത്രമല്ലേ എ എന്ന് പറയുന്ന മാട്രിക്സ്. അപ്പോൾ അവിടെ നിങ്ങൾ നോക്കി നോക്കൂ, ആ ഒരു മാട്രിക്സ് മാത്രം നോക്കിയിട്ട് അവിടെ മുഴുവൻ 0 അല്ലാത്ത എത്ര റോസ് ഉണ്ടെന്ന് നോക്കി നോക്കൂ. അപ്പോൾ റാങ്ക് ഓഫ് എ നിങ്ങൾക്ക് കിട്ടും. റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് മുഴുവൻ 0 വരുന്ന ഈ ഒരു റോ അല്ലേ ഉള്ളൂ. അപ്പോൾ അത് കൂടാതെ 3 റോസ് വേറെ ഇവിടെ ഇല്ലേ, 1 2 3 റോസ് ഉണ്ട്. അപ്പോൾ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് 3 ആണെന്ന് നമുക്ക് പറയാം, മുഴുവൻ 0 അല്ലാത്ത റോസിൻ്റെ എണ്ണം. സോ അത് 3 ആണ്. ക്ലിയർ ആണോ? സോ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് 3 ആണ്. ഇനി റാങ്ക് ഓഫ് എ ബാർ ബി കാണുക. റാങ്ക് ഓഫ് ദാറ്റ് ഓഗ്മെൻറ്റഡ് മാട്രിക്സ് എ ബാർ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ബാർ ബി എന്ന് പറയുന്നത് ഈ മുഴുവൻ മാട്രിക്സ് ആണ്. ആ മുഴുവൻ മാട്രിക്സിൽ മൊത്തം 0 അല്ലാത്ത എത്ര റോസ് ഉണ്ട്? മൊത്തം 0 ആയിട്ട് ഈ ഒരു റോ ആണുള്ളത്. അപ്പോൾ മുഴുവൻ 0 അല്ലാത്ത 3 റോസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഈ മൊത്തം വലിയൊരു മാട്രിക്സിനെ സംബന്ധിച്ചും 3 റോസ് തന്നെയാണ്. സോ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബാർ ബിയും ഈക്വൽ അല്ലേ? ഈക്വൽ ആണെങ്കിൽ ദാറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്
കൺസിസ്റ്റൻ്റ് ആണ്. സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ ഇനി നോക്കേണ്ടത്, കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ അവിടെ സൊല്യൂഷൻ ഉണ്ട്. ഒന്നുകിൽ യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് സൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ അൺനോൺസിൻ്റെ എണ്ണം നോക്കണം. ഇവിടെ എത്ര അൺനോൺസ് ആണുള്ളത്? ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. എക്സ് എന്ന് പറയുന്ന ഒരു അൺനോൺ, വൈ എന്ന് പറയുന്ന ഒരു അൺനോൺ, സെഡ് എന്ന് പറയുന്ന ഒരു അൺനോൺ. അപ്പോൾ 3 അൺനോൺസ് അല്ലേ ഉള്ളത്. സോ അൺനോൺസിൻ്റെ എണ്ണവും ഈക്വൽ ടു 3 തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഈക്വൽ ആവുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു അവിടെ എന്താണ്, യുണീക്ക് സൊല്യൂഷനാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. സോ യുണീക്ക് സൊല്യൂഷനാണ് ഇവിടെ ഉള്ളതെന്ന് കിട്ടി. അതാണ് ഇത്രയും സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. സോ ദിസ് ഹാസ് യുണീക്ക് സൊല്യൂഷൻ. അപ്പം റാങ്ക് ഓഫ് എ ബാർ ബി ഈക്വൽ ടു 3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ആണ്. അതുകൂടാതെ ഇവിടുത്തെ നമ്പർ ഓഫ് അൺനോൺസ് എന്ന് പറയുന്നത് 6. റാങ്കിന് അൺനോൺസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് സ്മോൾ ലെറ്റർ n. ആ എന്നും ഈക്വൽ ടു 3 ആണ്. അപ്പം അതുകൊണ്ട് അവിടെ യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ആ യുണീക്ക് സൊല്യൂഷൻ ആണെങ്കിൽ ആ സൊല്യൂഷൻ നമുക്ക് കണ്ടെത്തണം. അതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഈ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് നമ്മൾ എഴുതിയില്ലേ, ഈ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതിയതിൽ വെച്ചിട്ട് ഈ ഓഗ്മെൻറ്റഡ് മെട്രിക്സിൽ നിന്ന് എ എന്ന് പറയുന്ന മെട്രിക്സ് എഴുതുക. എ എന്ന് പറയുന്ന മെട്രിക്സ് ഇതാണ് ഓഗ്മെൻറ്റഡ് മെട്രിക്സിലുള്ള. പിന്നെ എ എക്സ് ഈസ് ഈക്വൽ ടു ബി ഫോമിലല്ലേ എഴുതേണ്ടത്. എ എക്സ് ഈസ് ഈക്വൽ ടു ബിയിൽ ക്വസ്റ്റ്യനിൽ നമ്മൾ ഇതായിരുന്നു നമ്മളെ എ. പക്ഷേ ഇപ്പം നമ്മൾ റോ റെഡ്യൂസ് ചെയ്ത് എ എന്ന് പറയുന്നത് ഇതായി മാറി. അപ്പോൾ നമ്മൾ എ എന്ന് പറയുന്നത് ഈ മെട്രിക്സ് എഴുതി. പിന്നെ എക്സ് എന്ന് പറയുന്നത് XYZ എഴുതി. പിന്നെ ബി എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പ്രകാരം ഇതായിരുന്നു, പക്ഷേ നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ട് നമ്മളെ ബി എന്ന് പറയുന്ന എ ബാർ ബിയിലുള്ള ബി ഇതായി മാറി. അപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് നമ്മൾ ആ റെഡ്യൂസ് ചെയ്തിട്ടുള്ള മെട്രിക്സ് എഴുതുന്നു. എന്തിനാണെന്ന് വെച്ചാൽ ആ യുണീക്ക് സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്, XYZൻ്റെ വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇനി നമ്മൾ റിവേഴ്സായിട്ട് ബാക്കിൽ നിന്ന് മുകളിലോട്ട് പോകുന്നതാണ് നല്ലത്. ബാക്കിൽ നിന്ന് പോകുമ്പോൾ ലാസ്റ്റ് റോ നോക്കുമ്പോൾ എല്ലാം 0. അപ്പോൾ അത് നോക്കണ്ട. ഇനി അടുത്ത റോ നോക്കുക. 0 ഇൻറ്റു എക്സ് പ്ലസ് 0 ഇൻറ്റു വൈ പ്ലസ് 1 ഇൻറ്റു സെറ്റ് ഈക്വൽ ടു, ഇത് താഴെ നിന്ന് രണ്ടാമത്തെ റോ അല്ലേ, ഈക്വൽ ടു 1 എന്ന് വരും. അപ്പോൾ 0 ഇൻറ്റു എക്സ് പ്ലസ് 0 ഇൻറ്റു വൈ പ്ലസ് 1 ഇൻറ്റു സെറ്റ് ഈക്വൽ ടു 0. അപ്പോൾ സെറ്റ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് കിട്ടും. അപ്പം ഇതാണ് ബാക്കിൽ നിന്ന് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് വീണ്ടും മുകളിലോട്ട് കയറി വരിക, സെക്കൻഡ് റോയിലോട്ട് പോവുക. ആദ്യം നമ്മൾ 4th റോ എന്ന് ചെയ്ത് നോക്കി. 4th റോ ചെയ്യുമ്പോൾ എല്ലാം 0 ആയതുകൊണ്ട് അത് നോക്കണ്ട. പിന്നെ 3rd റോയിൽ പോയി. 3rd റോയിൽ നിന്ന് നമുക്ക് സെഡിൻ്റെ വാല്യൂ കിട്ടി. ഇനി സെക്കൻഡ് റോയിലോട്ട് പോകുമ്പോൾ എന്ത് വരും? സെക്കൻഡ് റോയിലോട്ട് പോകുമ്പോൾ 0 ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 1 ഇൻറ്റു സെറ്റ് ഈക്വൽ ടു, സെക്കൻഡ് റോയിലുള്ളത് ഏതാണ്? 1 ആണ്. ഈക്വൽ ടു 1 എന്ന് വരില്ലേ. അപ്പോൾ വൈ പ്ലസ് സെറ്റ് ഈസ് ഈക്വൽ ടു 1. ഈ ഇക്വേഷൻ നമുക്ക് കിട്ടും. ഇതിനകത്ത് സെറ്റ് ഓൾറെഡി നമുക്ക് കിട്ടിയതാണ് 1 എന്ന്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വൈ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? വൈ ഈക്വൽ ടു 1 മൈനസ് 1, വൈ ഈക്വൽ ടു 0 എന്ന് കിട്ടില്ലേ. അപ്പോൾ സെഡിൻ്റെ വാല്യൂ കിട്ടി, വൈൻ്റെ വാല്യൂ കിട്ടി. ഇനി മുകളിലത്തെ ഫസ്റ്റ് ഇക്വേഷനിലോട്ട് പോവാം. ഫസ്റ്റ് ഇക്വേഷനിലോട്ട് പോകുമ്പോൾ എന്താണ് വരിക? 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ഇൻറ്റു വൈ പ്ലസ് 1 ഇൻറ്റു സെറ്റ് ഈക്വൽ ടു 2 എന്ന് എഴുതാമല്ലോ. അപ്പോൾ അവിടെ നമുക്ക് എന്താ ഈ ഇക്വേഷൻ കിട്ടും. ഈ ഇക്വേഷനകത്ത് വൈൻ്റെ വാല്യൂ ഓൾറെഡി നമുക്കറിയാം, സെഡിൻ്റെ വാല്യൂ ഓൾറെഡി അറിയാം. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടിയില്ലേ. എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടും? എക്സ് പ്ലസ് 2y എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 0. സോ 2 ഇൻറ്റു 0 പ്ലസ് സെഡ് എന്ന് പറയുന്നത് 1 ആണ്. ഈക്വൽ ടു 2 വരും. അതായത് എക്സ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 0 0 ആയിപ്പോയി. 2 മൈനസ് 1 1 എന്ന് കിട്ടി. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 0, സെഡ് ഈക്വൽ ടു 1. ആ യുണീക്ക് സൊല്യൂഷൻ ആണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റി. സോ അങ്ങനെയാണ് എന്ത് ചെയ്യുക, ഈ പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ വീഡിയോ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് കേട്ടു നോക്കൂ. അതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ആദ്യം നമ്മളതിനെ AXB എന്ന് പറയുന്ന മെട്രിക്സ് ഫോം ചെയ്യുന്നു.
അപ്പം മെട്രിക്സ് എഴുതി കഴിഞ്ഞാൽ പിന്നെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതുക. ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതി കഴിഞ്ഞാൽ റോ റെഡ്യൂസ് ചെയ്തിട്ട് എഷ്ലോൺ ഫോമിലോട്ട് മാറ്റുക. എഷ്ലോൺ ഫോമിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ അവിടെ ഇതിൻ്റെ റാങ്ക് എത്രയാണെന്ന് കണ്ടെത്തുക. റാങ്ക് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ റാങ്ക് ഇതാണ്. എ എന്ന് പറയുന്ന മെട്രിക്സ് സീറോസ് അല്ലാത്ത എത്ര റോസ് ഉണ്ട്? മുഴുവൻ സീറോസ് അല്ലാത്ത 1 2 3 റോസ് ഉണ്ട്. സോ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് 3 ആണ്. റാങ്ക് ഓഫ് എ ബാർ ബിയോ മൊത്തം എടുക്കുന്ന സമയത്തും നോൺ സീറോ ആയിട്ടുള്ള 3 റോസ് ഉണ്ട്. റാങ്ക് ഓഫ് എ ബാർ ബിയും 3 തന്നെയാണ്. റാങ്ക് ഓഫ് എ ബാർ ബിയും 3 തന്നെയാണ്. ഇനി എന്ത് നോക്കണം? അപ്പോൾ സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആയി. ഇനി കോയിഫിഷ്യൻറ്റിൻ്റെ എണ്ണം കൂടി നോക്കുക. ഇവിടെ എത്ര കോയിഫിഷ്യൻ്റ് ഉണ്ട്? 4 കോയിഫിഷ്യൻ്റ് ആണുള്ളത്. 4 കോയിഫിഷ്യൻ്റ് എന്ന് പറയുമ്പോൾ അത് ഇതിന് ഈക്വൽ അല്ലല്ലോ, 3ക്ക് ഈക്വൽ അല്ലല്ലോ 4. അപ്പം അവിടെ ഇൻഫിനിറ്റ് സൊല്യൂഷൻ ഉണ്ടാവും. ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടാവും എന്ന് മനസ്സിലാക്കാം. ഒരൊറ്റ സൊല്യൂഷൻ അല്ല ഉണ്ടാവുക, ഒരുപാട് സൊല്യൂഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആസ് യൂഷ്വൽ AX = B ഫോമിലോട്ട് എഴുതുന്നു. AX = Bയിലുള്ള എ എന്ന് പറയുന്നത് ഈ ഓഗ്മെൻറ്റഡ് മാട്രിക്സ് റെഡ്യൂസ് ചെയ്തതിൽ കിട്ടുന്ന എ വേണം എഴുതാൻ. ബീൻ്റെ സ്ഥാനത്തും അത് വേണം എഴുതാൻ. ക്വസ്റ്റ്യനിലുള്ളത് എഴുതരുത്. അപ്പം അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു എന്ത് ചെയ്യുക? റിവേഴ്സ് ബാക്കിന്ന് താഴത്തെ റോന്ന് മേലത്തെ റോയിലോട്ടുള്ള രീതിക്ക് ചെയ്തു പോവുക. എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. 0 × x1 + 0 × x2 + 0 × x3 × 1 × x4 = 0 എന്ന് വരും. അതായത് x4 = 0. ഇത് വേണം ആദ്യം എഴുതാൻ. അതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. അപ്പോൾ x4 = 0. പിന്നെ സെക്കൻഡ് റോയിലോട്ട് പോവുക. അപ്പോൾ നമുക്ക് x2 + 4x3 + 2x4 = -2 വരും. ഇനി ഫസ്റ്റ് റോയിലോട്ട് പോവുക. അപ്പോൾ x1 + 2x2 - 3x3 - 4x4 = 6. ഇങ്ങനെ നമുക്ക് 3 ഇക്വേഷനാണ് കിട്ടുന്നത്. ശരിയല്ലേ? അപ്പം ഇവിടം വരെ എഴുതാൻ നമുക്ക് എളുപ്പമാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ x4 = 0 എന്ന് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? x4 = 0 എന്ന് പറയുന്നത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക സെക്കൻഡ് ഇക്വേഷനിൽ. അപ്പോൾ നമുക്ക് എന്ത് വരും? x2 + 4x3 x4 0 ആയിപ്പോയി =-2 എന്നല്ലേ വരുന്നത്. അപ്പോൾ ഇങ്ങനെയല്ലേ വന്നിരിക്കുന്നത്. അപ്പം ഇതിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ റിവേഴ്സ്ലി പോകുമായതുകൊണ്ട് തന്നെ ആദ്യം x4 0 എന്ന് മനസ്സിലായി. ഇനി x3 അല്ലേ അടുത്തത്. ഇതിന് നമ്മളൊരു a എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഒരു വാരിയബിൾ a ആയിട്ട് കൺസിഡർ ചെയ്യുക. അതിനെ ഒരു a ആക്കി കണക്കാക്കുക. ഈ x3 = ഒരു a ആണെന്ന് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. ആ a ഏത് നമ്പർ വേണമെങ്കിലും ആവാം. 3 ആവാം, 4 ആവാം. ഇൻഫിനിറ്റ് സൊല്യൂഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഒരു x3 എന്ന് എഴുതുന്നതിന് പകരം നമ്മളൊരു a ആയിട്ട് അതിനെ എഴുതുന്നു. അപ്പം നമുക്ക് x2നെ aൻ്റെ ടേമിൽ എഴുതിക്കൂടെ? x2 = നമുക്ക് എന്തെഴുതാം? x2 = ഇവിടെ റൈറ്റ് സൈഡിൽ ഓൾറെഡി -2 ഉണ്ട്. പിന്നെ 4a എന്നുള്ളത് റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ -4a എന്ന് വരില്ലേ? അപ്പം -2 - 4a എന്ന് നമുക്ക് x2ന് കിട്ടില്ലേ? അപ്പോൾ x2 എന്ന് പറയുന്നത് എന്തിൻ്റെ ടേമിലായി മാറി? ഒരു a എന്ന് പറയുന്ന വാരിയബിളിൻ്റെ ടേമിലോട്ടായി മാറി. അപ്പോൾ x4 0 എന്ന് കിട്ടി. x3 എന്ന് പറയുന്നത് നമുക്ക് a ആണെന്ന് നമ്മൾ ഇക്വേറ്റ് ചെയ്തു. x2 എന്ന് പറയുന്നത് -2 - 4a ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് x1 കൂടിയും കിട്ടിയാൽ പോരെ? x1 കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കിട്ടിയ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യത്തെ ഇക്വേഷനകത്ത് കൊടുക്കുന്നു. ആദ്യത്തെ ഇക്വേഷൻ എന്താണ്? x1 + 2x2 - 3x3 - 4x4 = 6. അതിനകത്ത് x4 = 0, പിന്നെ x3 = a, പിന്നെ x2 = നമുക്ക് കിട്ടിയിരുന്ന -2 - 4a എന്ന് പറയുന്നതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x1ന് aൻ്റെ ടേമിൽ ഒരു ആൻസർ കിട്ടും. ആ x1 കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 11a + 10 ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കുക. നിങ്ങൾ എത്രത്തോളം ചെയ്ത് പഠിക്കുന്നോ അതിനനുസരിച്ച് മാത്രമാണ് നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. സോ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ. സോ അങ്ങനെയാണ് ഇൻഫിനിറ്റ് സൊല്യൂഷൻ ആണെങ്കിൽ നമ്മൾ ആൻസറിലോട്ട് എത്തുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. ഗോസ് ജോർദാൻ എലിമിനേഷൻ മെത്തേഡ് വഴിയാണ്.
ഗോസ് ജോർദാൻ എലിമിനേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അവിടെ എഷ്ലോൺ ഫോമിലോട്ടല്ല മാറ്റേണ്ടത്, റെഡ്യൂസ്ഡ് എഷ്ലോൺ ഫോമിലോട്ടാണ്. അപ്പം എങ്ങനെയാണ് റോ ഓപ്പറേഷൻസ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കൂ. സോ മാറ്റി കഴിഞ്ഞിരിക്കുന്നത് ഈ ഫോമിലാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ബാക്കിയൊക്കെ പഴയ പോലെ തന്നെ. ഇവിടെ റാങ്ക് ഓഫ് എ എന്താ വരിക? നോൺ സീറോസ് ആയിട്ടുള്ള, നോൺ സീറോസ് എന്ന് പറഞ്ഞാൽ മുഴുവൻ സീറോസ് അല്ലാത്ത 3 റോസ് ഉണ്ട്. സോ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബാർ ബിയും ഇവിടെ 3 ആണ്. ഇവിടുത്തെ അൺനോൺസിൻ്റെ എണ്ണം എന്ന് പറയുന്നതും ഈക്വൽ ടു 3 ആണ്. അപ്പോൾ അവിടെ യുണീക്ക് സൊല്യൂഷനാണ് ഉണ്ടാവുക അല്ലേ? സോ അവിടെ യുണീക്ക് സൊല്യൂഷനാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് സൊല്യൂഷൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്ത് എഴുതുന്നു? എ എക്സ് ഈസ് ഈക്വൽ ടു ബി ഫോമിൽ എഴുതുക. എന്നിട്ട് റിവേഴ്സ് ആയിട്ട് ഇവിടെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, മുകളിൽ നിന്ന് തുടങ്ങിയാലും പ്രശ്നമൊന്നുമില്ല. 1 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഇൻറ്റു 0 പ്ലസ് സെഡ് ഇൻറ്റു 0 എന്ന് പറയുന്നത് 1 എന്ന് കിട്ടും. അപ്പോൾ എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 2, സെഡ് ഈക്വൽ ടു 3 എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടിയാണുള്ളത്. നോക്കൂ, ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇക്വേഷൻ തന്നതിൽ ഈക്വൽ ടു 0 0 എന്നാണുള്ളത്. പക്ഷേ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വാല്യൂസ് ഈക്വൽ ടുവിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഴുതിയതാണ്. അതിനെ ആദ്യം റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് എഴുതി കഴിഞ്ഞാൽ അത് നോൺ ഹോമോജീനിയസ് തന്നെയാണ്, ഹോമോജീനിയസ് അല്ല. നമുക്ക് തെറ്റിദ്ധാരണ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണത്. ഈക്വൽ ടു 0 കാണുന്നത് കൊണ്ട് തന്നെ ഇത് നോൺ ഹോമോജീനിയസ് അല്ലല്ലോ, അപ്പോൾ ഞാൻ ഈ പഠിച്ച മെത്തേഡ് അല്ലല്ലോ ചെയ്യേണ്ടതെന്ന് ചിന്തിക്കും. പക്ഷേ ശ്രദ്ധിക്കുക, ഈക്വൽ ടുവിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്പേഴ്സ് ഉണ്ട്. സോ ആ നമ്പേഴ്സിനൊക്കെ റൈറ്റ് സൈഡിലോട്ട് എഴുതി കഴിഞ്ഞാൽ ഇത് നോൺ ഹോമോജീനിയസ് തന്നെയാണ്. നോൺ ഹോമോജീനിയസ് ആണെങ്കിൽ ഇങ്ങനെ മെട്രിക്സ് ആയിട്ട് എഴുതുന്നു, പിന്നെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതുന്നു. ഓഗ്മെൻറ്റഡ് മെട്രിക്സിന് ഇന്ന മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഷോ ദാറ്റ് ദ സിസ്റ്റം ആർ നോട്ട് കൺസിസ്റ്റൻ്റ് എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഗോസ് ജോർദാൻ വേണമെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ ഗോസ് എലിമിനേഷൻ വേണമെങ്കിൽ അത് ചെയ്യാം. ഈ ചെയ്തത് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് ഗോസ് എലിമിനേഷൻ വെച്ചിട്ട് റോ എഷ്ലോൺ ഫോമിലോട്ടാണ് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ റോ എഷ്ലോൺ ഫോമിലോട്ട് മാറ്റി കഴിഞ്ഞാൽ ഇവിടുത്തെ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് ഈ ഒരു മെട്രിക്സ് നോക്കിയിട്ട് എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് എത്രയാണ്? സീറോസ് അല്ലാത്ത, മുഴുവൻ സീറോസ് അല്ലാത്ത 2 റോസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. ഇനി എ ബാർ ബിയോ? എ ബാർ ബി എന്ന് പറയുമ്പം ഈ മുഴുവനാണ്. എ ബാർ ബി എന്ന് പറയുന്നത് ഈ മുഴുവൻ മെട്രിക്സ് ആണ്. ഈ മുഴുവൻ മെട്രിക്സിൽ മുഴുവൻ 0 ഉള്ള റോസ് ഒന്നും തന്നെ ഇല്ലല്ലോ. ഇവിടെ 1 വന്നതുകൊണ്ട് തന്നെ ഇത് മുഴുവൻ 0 അല്ല. അപ്പോൾ 1 2 3 റോസ് വന്നു എ ബാർ ബിക്ക്. അപ്പോൾ റാങ്ക് ഓഫ് എ ബാർ ബി എന്ന് പറയുന്നത് 3 ആണ്. അപ്പം റാങ്ക് ഓഫ് എ 2ഉം റാങ്ക് ഓഫ് എ ബാർ ബി 3ഉം ഇത് രണ്ടും ഈക്വൽ അല്ലല്ലോ. ഇത് രണ്ടും നോട്ട് ഈക്വൽ ആണെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു കേസ് 1 കേസ് 2 കേസ് 3യിൽ ഫസ്റ്റ് കേസിൽ ഇത് രണ്ടും ഈക്വൽ അല്ലെങ്കിൽ സിസ്റ്റം ഈസ് നോട്ട് കൺസിസ്റ്റൻറ്റ്. ഓക്കെ, സോ റാങ്ക് ഓഫ് എ ബാർ ബി റാങ്ക് ഓഫ് എക്ക് ഈക്വൽ അല്ലെങ്കിൽ ദിസ് ഈസ് ഇൻകൺസിസ്റ്റൻറ്റ്. സോ നമ്മളെ ആ കേസ് പ്രകാരം നമുക്കിത് ഇൻകൺസിസ്റ്റൻ്റ് ആണെന്ന് പറയാം. അപ്പോൾ ഇത്രയാണ് പ്രോബ്ലംസ് ഉള്ളത്. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റിവൈസ് ചെയ്തിട്ട് വീഡിയോ കേൾക്കൂ, ചെയ്ത് പഠിക്കുക. അതെന്നെ വഴിയുള്ളൂ. നിങ്ങൾക്കിപ്പോൾ സമയമുണ്ട്, മാക്സിമം എഫേർട്ട് എടുത്തിട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.